സിനിമ റിലീസായി 2 ആഴ്ച കഴിഞ്ഞിട്ടും ചിത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും കുറ്റപ്പെടുത്തലുകൾക്കും ഒരു കുറവും വന്നിട്ടില്ല. മാപ്പ് പറച്ചിലും വെട്ടിച്ചുരുക്കലും പേരുമാറ്റലും കഴിഞ്ഞ് തിയേറ്ററിലെത്തിയ റീ എഡിറ്റർ എമ്പുരാനെതിരെ പരാതിയുമായി വന്നിരിക്കുന്നത് മുൻ DGP R ശ്രീരേഖയാണ്. എമ്പുരാൻ സമൂഹത്തിന് വളരെ മോശം സന്ദേശം നൽകുന്ന സിനിമയാണെന്നാണ് ശ്രീരേഖ IPS പറയുന്നത്. സിനിമ നിറയെ കൊലപാതകങ്ങളും വയലൻസുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമ കുട്ടികൾ ഒരു കാരണവശാലും കാണരുതെന്നും ശ്രീരേഖ പറയുന്നു. സ്വന്തം അഭിപ്രായം പറയുന്നതിനോടൊപ്പം മുഖ്യമന്ത്രിയെ കുടുംബസമേതം സിനിമ കണ്ടതിന്റെ പേരിൽ കുറ്റപ്പെടുത്താനും ശ്രീരേഖ മറന്നില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുദ്ദേശത്തിലാണ് തന്റെ പേരക്കുട്ടിയെ ഈ സിനിമ കാണാൻ കൊണ്ടുപോയതെന്ന് മനസ്സിലാകുന്നില്ലെന്നാണ് അവർ പറയുന്നത്. BJP കേരളത്തിലേക്ക് വന്നാൽ വലിയ വിനാശം സംഭവിക്കും. അതുകൊണ്ട് ആയുധ ഇടപാടുകളും സ്വർണ്ണക്കടത്തലും കൊലയും ഒക്കെ ചെയ്യുന്ന ഒരു മാഫിയ തലവന് മാത്രമേ കേരളത്തെ രക്ഷിക്കാൻ കഴിയൂ എന്നാണ് സിനിമയിൽ പറയുന്നത്. വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഗോത്ര കലാപത്തെ മുഴുവൻ കാണിക്കാതെ വളച്ചൊടിച്ച് കേരളത്തിൽ മതസ്പർദ്ധ ഉണ്ടാക്കാനും ഈ സിനിമ ശ്രമിക്കുന്നുണ്ടെന്നും ലൂസിഫർ കണ്ട് ഇഷ്ടമായതുകൊണ്ടാണ് എമ്പുരാൻ കാണാൻ പോയതെന്നും സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇറങ്ങിപ്പോകാൻ തോന്നിയെന്നും ശ്രീരേഖ പറഞ്ഞു. എമ്പുരാൻ എന്ന സിനിമ വെറും എംബോക്കിത്തരം എന്ന തലക്കെട്ടോടെ സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് ശ്രീരേഖയുടെ അഭിപ്രായ പ്രകടനം. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമ എമ്പുരാൻ ഏറ്റവും കൂടുതൽ ഹൈപ്പ് ലഭിച്ച സിനിമയാണ്. ഞാൻ എമ്പുരാൻ കണ്ടു. കാണാതെ ഒരു നിരൂപണം സാധ്യമല്ലല്ലോ. കാണണ്ട എന്ന് കരുതിയതാണ്. കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിലൂടെ ഇറങ്ങിപ്പോയാലോ എന്ന് പലവട്ടം തോന്നുകയും ചെയ്തു. ഇവിടെ മാർക്കോ എന്ന സിനിമ ഇറങ്ങിയപ്പോൾ ആളുകൾ എല്ലാവരും ഏറ്റവും കൂടുതൽ പ്രതിഷേധം പറഞ്ഞിരുന്നത് അതിന്റെ വയലൻസ് ആയിരുന്നു. എന്നാൽ ഏകദേശം അതുപോലെയൊക്കെയുള്ള വയലൻസ് ഈ സിനിമയിലും ഉടനീളമുണ്ട്. എന്നിട്ടും ഇതിനെക്കുറിച്ച് ആളുകൾ ആരും കാര്യമായിട്ട് പറയുന്നത് കേട്ടില്ല. ലൂസിഫർ കുറച്ച് നല്ല സിനിമ ആയതുകൊണ്ടും അതിൽ മോഹൻലാലിനെ എനിക്ക് ഇഷ്ടമായതുകൊണ്ടും പൃഥ്വിരാജിനെ പൊതുവെ ഒരു നല്ല നടനായിട്ട് ഞാൻ കണക്കാക്കുന്നത് കൊണ്ടുമൊക്കെയാണ് ഈ സിനിമ കാണാമെന്ന് വിചാരിച്ചത് എന്ന് തുടങ്ങി വീഡിയോയിലുടനീളം എമ്പുരാൻ സിനിമയെ കുറ്റപ്പെടുത്തുകയാണ് ശ്രീരേഖ. എനിക്ക് ഈ സിനിമ വളരെ മോശമായി തോന്നി. വ്യക്തമായ ഉദ്ദേശത്തോടു കൂടി ചെയ്തിരിക്കുന്നതാണെന്നാണ് മനസ്സിലാകുന്നത്. ഇതിനകത്ത് ഗോത്രയും വർഗീയ കലാപവും ഒക്കെ വന്നു എന്നേ ഉള്ളൂ. പക്ഷെ ഇതിനകത്തെ മാഫിയ തലവനെ ഹീറോ ആക്കുകയും ഗ്യാങ്ങിനെ കൊണ്ടുവന്ന് അത് മുഴുവൻ ശരിയാക്കാനായി ഒരു ശ്രമം, രാഷ്ട്രീയം ശരിയാക്കാനായി ഇതുപോലെയുള്ള അനധികൃത പണത്തിന്റെ കളി വേണമെന്നുള്ള ഒരു ധ്വനി ജനിപ്പിച്ചുകൊണ്ട് ഇതുപോലുള്ള ആൾക്കാരാണ് ഭരണം നടത്തുന്നത് എന്നുള്ള ധ്വനിയാണ് ജനിപ്പിക്കുന്നത്. അതൊട്ടും ശരിയല്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. സിനിമയുടെ മെസ്സേജ് വളരെ മോശമാണ്. ഇതൊരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത അല്ലെങ്കിൽ വേറൊരു രീതിയിൽ എടുക്കേണ്ടിയിരുന്ന സിനിമയായിരുന്നു. പക്ഷെ ഇത് ഇങ്ങനെ ഈ രീതിയിൽ എടുത്തതിന്റെ പിറകിൽ ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഈ നിരൂപണം ഞാൻ ഇവിടെ ചെയ്യുന്നത്. എമ്പുരാൻ സിനിമയിൽ മാപ്പ് പറയേണ്ടതും വെട്ടിമാറ്റേണ്ടതുമായി ഉണ്ടായിരുന്ന സീനുകളെ കുറിച്ചല്ല ശ്രീരേഖ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. ആ ചിത്രം ഉൾക്കൊള്ളുന്ന മെസ്സേജിനെ കുറിച്ചാണ്. രാഷ്ട്രീയത്തെ കളിയാക്കുന്നതും കുറ്റപ്പെടുത്തുന്നതുമായ നിരവധി ചിത്രങ്ങൾ ഇതിനു മുൻപും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും തിയേറ്ററിൽ ഇറങ്ങിയ ചിത്രത്തിലെ ഭാഗങ്ങൾ കട്ട് ചെയ്യുന്നതും റിലീസ് ചെയ്യുന്നതും. സിനിമയെ ഒരു കലാസൃഷ്ടിയായി കാണാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ലായിരിക്കാം. എന്തായാലും കാണുന്നവന്റെ കണ്ണിലാണ് സിനിമ. ഇനിയും അവർ അങ്ങനെ തന്നെ തീരുമാനിക്കട്ടെ.